ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. വലിയ നോമ്പിൻ്റെ 15-ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ തോറ്റുപോയിട്ടുണ്ടോ? തിരിച്ചടികളും തടസ്സങ്ങളും ജീവിതത്തിൻ്റെ ഭാഗങ്ങളാണ്. നമ്മുടെ യാത്ര ഏത് അവസ്ഥയിലൂടെയാണെങ്കിലും പ്രതീക്ഷ എന്ന് പറയുന്ന വാക്ക് കൈവിടാതിരിക്കുക. അതിന് നിങ്ങൾ മുറുകെ പിടിക്കുക. ദൈവം നിങ്ങൾക്ക് വിജയം തരുന്നതിന് മുമ്പ് ഒരുപക്ഷെ നിങ്ങളെ തളർത്തിയേക്കാം, നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം, നിങ്ങൾക്ക് വേദനകൾ സമ്മാനിച്ചേക്കാം. എന്നാൽ അതിനുശേഷം ദൈവം നിങ്ങൾക്കൊരു വിജയം തരും. സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് ഇരുളിന് സ്ഥാനമുള്ളൂ. അത് നിങ്ങൾക്കറിയാമല്ലോ. പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നെഗറ്റീവ് വാക്കുകളെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരു പ്രഭാതം കൂടി കാണുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ആ ദൈവത്തോട് നന്ദി പറയാം. ഞങ്ങളെ അതിവാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ പ്രഭാതം വരെയും കൃപയുടെ തണലിൽ ഞങ്ങളെ സൂക്ഷിച്ച പരമപിതാവേ, ജീവിതത്തിൻ്റെ ഈ പകലിൻ്റെ അലച്ചിലുകളിലും ഓട്ടപ്രദക്ഷിണങ്ങളിലും സ്വസ്ഥമായി ജീവിക്കുവാനും അവിടുന്ന് കരുണ തോന്നണമേ. ദൈവമേ, കൃപയുടെ തണലിൽ ഞങ്ങളെ ചേർത്ത് വയ്ക്കുന്നല്ലോ. ഞങ്ങളുടെ ബലഹീനതകളെ ഒന്നും അവിടുന്ന് ഓർക്കരുതേ ദൈവമേ. ആഴമേറിയ കരുണയിൽ മാത്രം ഞങ്ങൾ ആശ്രയിക്കുന്നു. നൽകിയ എല്ലാ നന്മകൾക്കും ഒരിക്കൽ കൂടി ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ രൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ.